ചപ്പാത്തിക്കൊപ്പം കഴിക്കാൻ പറ്റുന്ന ഒരു കറിയാണ് ഞാൻ ഇന്ന് ഉണ്ടാക്കുന്നത്. ഇത് ചപ്പാത്തിയുടെ കൂടെയും അപ്പത്തിൻ്റെ കൂടെയും ദോശയുടെ കൂടെയും ഒക്കെ കഴിക്കാം. ആദ്യം കുറച്ച് കോളിഫ്ലവർ എടുത്ത് നന്നായിട്ട് വൃത്തിയാക്കി ചെറിയ പീസുകളായിട്ട് അരിഞ്ഞതിന് ശേഷം കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് അതിലേക്ക് ഇടുക. ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി ഇട്ട് കൊടുക്കണം. കോളിഫ്ലവർ നന്നായിട്ട് വൃത്തിയാകുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി നമുക്ക് ഒരു തക്കാളി, ഒരു ഉരുളക്കിഴങ്ങ്, ഒരു ക്യാരറ്റ്, ഒരു സവാള, ഇഞ്ചി, വെളുത്തുള്ളി ഇവയെല്ലാം കൂടി ഒന്ന് അരിഞ്ഞെടുക്കാം. ഇതിന് ശേഷം ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാകുമ്പോൾ കുറച്ച് എണ്ണ ഒഴിച്ച് അതിൽ കടുകിട്ട് പൊട്ടിയതിന് ശേഷം 2 വറ്റൽ മുളക് ഇട്ട് കൊടുക്കണം. ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. ഇനി അരിഞ്ഞു വെച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് സവാള കൂടി ഇട്ട് കൊടുക്കാം. ഒരു ലേശം ഉപ്പും കൂടി, ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ഇപ്പോൾ ഇട്ടിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് സവാള വാട്ടിയെടുക്കണം. ഇതിലേക്ക് നമുക്ക് മസാലപ്പൊടികൾ ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, ഇതെല്ലാം കൂടി ഇട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കണം. ഒരു 2 മിനിറ്റ് കഴിയുമ്പോഴേക്കും നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ഇട്ട് കൊടുക്കാം. തക്കാളി ഒന്ന് വഴണ്ട് വരുന്നതിന് ശേഷം ബാക്കിയുള്ള വെജിറ്റബിൾസും കൂടി ഇട്ട് കൊടുക്കാം. ഇതും ഒന്ന് ചൂടായതിന് ശേഷം നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇത് വേവുന്ന രീതിയിലുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കണം. ഇനി ആവശ്യത്തിന് ഉപ്പും ഇട്ട് മൂടി വെച്ച് വേവിക്കണം. ഇനി ഇതിലേക്ക് നമ്മൾ ഒരു ക്യാപ്സിക്കം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ വെജിറ്റബിൾസ് എല്ലാം ഏകദേശം വെന്തിട്ടുണ്ട്. ക്യാപ്സിക്കം അധികം വേവില്ലാത്തത് കൊണ്ട് ഇനി ഇട്ടാൽ മതി. ക്യാപ്സിക്കം ഇട്ടതിന് ശേഷം ചെറുതായിട്ടൊന്ന് വേവിച്ചാൽ മതി. ഇതിലേക്ക് കുറച്ച് മല്ലിയില കൂടി ഇട്ട് കൊടുക്കാം. കറിയുടെ വെള്ളമൊക്കെ വറ്റുമ്പോഴേക്കും നമുക്ക് കുറച്ച് തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കാം. തേങ്ങാപ്പാൽ ഒഴിച്ചതിന് ശേഷം ചെറുതായിട്ടൊന്ന് ചൂടാക്കിയാൽ മതി. അപ്പോഴേക്കും നമ്മുടെ കറി റെഡിയായി. നല്ല ടേസ്റ്റാണ്. നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കണം. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യണേ. ഒപ്പം എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്യണേ.